പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലയിലെ പറമ്പിലെ ബൈബിൾ സ്റ്റഡിയുടെ ഈ ദിനത്തിലും ഇന്ന് ഓഗസ്റ്റ് 14 2026 എന്ന ദിവസത്തിൽ നമുക്ക് മഴയുടെയൊക്കെ പ്രതികൂലം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. നമുക്ക് സുഖമായിട്ട് കടന്നു വന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തരുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ പരിപോഷിപ്പിക്കപ്പെടുത്തുവാൻ നമ്മളാൽ ആവോളം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ മുൻപിൽ സമയമില്ല. പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, കാലം ചുരുങ്ങിയിരിക്കുന്നു. അത് എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ലോക സംഭവങ്ങളെ ദൈവവചനത്തിലൂടെ പ്രാവചനിക വചനങ്ങളിലൂടെ വിലയിരുത്തിയാണ് ഞാൻ അങ്ങനെ പറയാനിടയായി തീർന്നത്. കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ ആ പ്രാവചനിക സൂക്തങ്ങൾ നമ്മൾ സസൂക്ഷ്മം പഠിക്കുമ്പോൾ കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് യോഹന്നാൻ സ്നാപകൻ, കർത്താവ്, അപ്പോസ്തലന്മാർ ഇവരൊക്കെ പ്രസംഗിക്കാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാലം അതിൻ്റെ ദ്രുതഗതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വിഷയങ്ങളെ പഠിക്കുമ്പോൾ അത്തി തളർത്തു, ബാക്കി എൻ്റെ വരവ് വാതിക്ക്. അത്തി തളർത്താൽ കർത്താവിൻ്റെ വരവ്. അത്തി തളർത്തിൽ എത്ര നാളായി? 47-48 കാലഘട്ടങ്ങളിൽ 1947-48 അവർ രാഷ്ട്രം സ്ഥാപിച്ചു. സ്വാതന്ത്ര്യം ഏകദേശം ഒരു നൂറ്റാണ്ടിലേക്ക്, 3/4 നൂറ്റാണ്ടിലേക്ക് കടന്ന് വന്നിരിക്കുക. സ്തോത്രം. അപ്പോൾ ഇനി അധിക കാലം നമ്മൾ മുൻപിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തളർത്ത് നല്ല ഫുൾ സിംഗിൽ നിൽക്കുക. ഈ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്നറിയില്ല. ഞങ്ങൾക്കൊരാളോട് യുദ്ധം ചെയ്യാൻ ആരുടെയും ശുപാർശയൊന്നും വേണ്ട, ആരുടെ സപ്പോർട്ടും വേണ്ട. അപ്പോഴുള്ള ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്, തളർത്ത് നിൽക്കുകയാണ്. സ്തോത്രം. വേണമെങ്കിൽ അമേരിക്കയോട് പോലും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല. കാരണം അവരങ്ങനെ ഒരു രാഷ്ട്രമാണ്, അവരങ്ങനെ ഒരു ജനതയാണ്. ലോകത്തിലെ ദൈവത്തിൻ്റെ ജനമായിട്ട് കാണപ്പെടുന്ന ഏക ഗ്രൂപ്പ് ഇസ്രയേൽ രാഷ്ട്രം മാത്രമാണ്. അവരെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ചോദിക്കും, പാസ്റ്റേ 38-39 എസ്കേലിൽ അവർ 3-2 നശിച്ച് അവർ മുഴുവൻ ഛന്നഭിന്നമാകുന്ന ചരിത്രം പ്രവാചകൻ പറയുന്നുണ്ടല്ലോ. അത് ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തിയാണ്. അവർ കുത്തിയെങ്കിലേക്ക് നോക്കണം, അവർ നിലവിളിക്കണം, അവർ യഥാസ്ഥാനപ്പെടണം, അവരെ ദൈവം അംഗീകരിക്കണം. അതിനു വേണ്ടുന്നൊരു മഹായുദ്ധമാണ് സ്തോത്രം, യുദ്ധം എന്ന് നമുക്ക് പുസ്തകത്തിലൂടെ പഠിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ അതിൻ്റെയൊക്കെ സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നടക്കാൻ പോകുന്ന യുദ്ധങ്ങളൊക്കെ ഭയങ്കര യുദ്ധങ്ങളായിരിക്കും. സ്തോത്രം. ചെറിയ ചെറിയ യുദ്ധങ്ങളൊന്നും അല്ല. സ്തോത്രം. എന്നാൽ ഈ ഘോരമായ ഗോഗമഗോഗിന്റെ യുദ്ധത്തിന് മുൻപ് ദൈവസഭയുടെ മാറ്റപ്പെടുമെന്ന് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ മുൻപിൽ ഇനി അധിക സമയമില്ല. ഒരുങ്ങുക, ഉണരുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പാദപീഠത്തിലിരുന്ന മറിയെപ്പോലെ ദൈവവചനം കേട്ട് ബലപ്പെട്ട് ശക്തിപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് ഓരോ ആത്മീക കൂടിവരവുകളിലും ദൈവവചന പ്രഘോഷണത്തിൻ്റെ മുൻപിൽ വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള സമയങ്ങളെ നമ്മുടെ മുൻപിലുള്ളൂ. അതാരും വൃദ്ധമായിട്ട് കളയരുത്. നമ്മുടെ തന്നിഷ്ടത്തിനൊത്തവണ്ണം നമുക്കിനി ജീവിക്കാനുള്ള സമയങ്ങളില്ല. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാനുള്ള സമയമേ നമ്മുടെ മുൻപിലുള്ളൂ. സ്തോത്രം. ഞാനിവിടെ വന്നപ്പോൾ ഒരു പാട്ടിൻ്റെ ഹൃദയത്തിൽ വന്നത്, ഞാനത് എൻ്റെ ഒരടി അങ്ങ് പാടാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ആ പാട്ട് ഇങ്ങനെയാണ്: തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം, സ്വന്ത നാട്ടിൽ ദൈവമോഹം കാൺകയത്രേ വാഞ്ചിരം, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു,
എൻ സ്വദേശം കാൺപതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നീ കാണും ഞാൻ സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺപതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലോ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സ്വദേശം കാൺപതിനായി ഞാൻ പോകുന്നു. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇതുപോലെക്കാലം ഞങ്ങൾ ഇതാ ദൈവസ്ഥനിൽ കടന്നു വന്നിരിക്കുന്നപ്പാ, ഞങ്ങളുടെ കുറ്റങ്ങൾ കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ച്, നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച്, വചനം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി കർത്താവെ ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആവശ്യമായ വചനത്തിന്റെ പ്രബോധനങ്ങൾ ഇന്ന് പിൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി തരണമേ. അതിനായി അടിയന്റെ നാവിനെ അവിടെ നിന്ന് ഉപയോഗിക്കണമേ കർത്താവെ. അപ്രയോജന ഭൃത്യനാണ്, ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കൃപയാൽ പൗലോസ് പറഞ്ഞതുപോലെ ഞാനാകുന്നത് കൃപയാൽ എന്നുള്ള ആ ആപ്തവാക്യം പറഞ്ഞുകൊണ്ട് അടിയനും ദൈവസന്നിധിയിലായിരിക്കുന്നു. ജനത്തിന് ആവശ്യമായ വചനത്തിന്റെ വെളിപ്പാടുകൾ പകർന്നു കൊടുത്താട്ട് കർത്താവേ, ഒരുമിച്ച് ആത്മീയമായി ഞങ്ങളെ ഉണർത്തിയാട്ട് കർത്താവേ, വചന ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കാൻ പോരാടുന്ന എല്ലാ പോരാട്ട ശക്തികളെയും, വചനത്തെ തടയുന്ന എല്ലാ പൈശാചിക പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ദൂരീകരിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട് സർവമഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ അത് ശരിവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ അത് പറയാനിടയായി. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. സ്വത്രം അതേ അവസ്ഥയിലായിരിക്കുക. രാഷ്ട്രങ്ങൾ പുകയുന്നു, സ്വത്രം സമൂഹങ്ങൾ പുകയുന്നു, ജാതികൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാം പുകഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തിലെ ഏറ്റവും അനിഷേധ്യ നേതാവാണ് റൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ തല പുകഞ്ഞുകൊണ്ടിരിക്കുക എന്ന് എല്ലാവരും പറയുന്നു. നമുക്കറിയാം കാര്യമൊക്കെ. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സോവിയറ്റ് യൂണിയൻ, റഷ്യ, സ്വത്രം അദ്ദേഹം ഏറ്റവും വലിയൊരു രാജ്യത്തിൻ്റെ തലവനാണ്. മറ്റു രാജ്യങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുക. സ്വത്രം ഉക്രൈൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് പതറുകയാണ് പുടിൻ. താനും പുകഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ എല്ലാവരും, ബെഞ്ചമിൻ ആണെങ്കിലും സ്വത്രം എല്ലാ രാഷ്ട്രത്തലവന്മാരും, ഇന്ത്യ ആണെങ്കിൽ എല്ലാവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതെന്താ ഇതിൻ്റെ കാരണം? അതെ, ഇത് വചനത്തിൻ്റെ നിവൃത്തിയായത്. ഇങ്ങനെ സംഭവിക്കണമെന്ന് ദൈവവചനത്തിലുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു ചെറിയ സ്പന്ദനം പോലും ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ അതോർത്ത് ഭാരപ്പെടുകയല്ല ചെയ്യുന്നത്. നമ്മളതിനു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, നമ്മുടെ ഒരുക്കം പൂർത്തീകരിക്കുക. മണവാളൻ വരുമ്പോൾ മണവാട്ടി ഒരുങ്ങി നിൽക്കുക. ഒരു മണവാളൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി വരുമ്പോൾ മണവാട്ടി ചേലയൊക്കെ ഉടുക്കാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ വീട്ടിൽ നിൽക്കുന്ന പോലെയൊക്കെ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? സ്തോത്രം. എന്നതുപോലെ അപ്പം നമ്മൾ ഒരുക്കം പൂർത്തീകരിക്കുക, ആത്മീയമായി ഉണരുക, ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുതെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്ന ഈ വാക്യമാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസം, ഫെയ്ത്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള വചനങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്നെയാണ്. പത്രോസിൻ്റെ ഭാഷ ഞാനും കടമെടുത്ത് പറയുന്നു. ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തുകയാണ് ഞാനും ചെയ്യുന്നത്. ഹല്ലേലൂയ.
അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കർത്താവെ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ, വിശ്വാസത്തിൽ എന്നെ ബലപ്പെടുത്തണമേ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും നമ്മൾ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫെയ്ത്താണ്, വിശ്വാസം. 7 സർവായുധ വർഗത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് പറയാമോ ആരെങ്കിലും? സർവായുധ വർഗം 7 വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് പ്രതിപാദിക്കുന്ന എങ്ങനെയാ? അല്ലല്ല, ഫെയ്ത്തിനെ കുറിച്ച് മാത്രം പറയുക. ഫെയ്ത്തിനെ കുറിച്ച് അവിടെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന പ്രയോഗം നോ 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 നോ, എല്ലാറ്റിനും മീതെ, എല്ലാറ്റിനും മീതെ. അടുത്ത വിശ്വാസം എന്ന പരിച അല്ലേ? നിങ്ങളൊക്കെ ഫെയിലായിപ്പോയി. എല്ലാറ്റിനും മീതെ വിശ്വാസം എന്ന പരിച. 7 ആയുധവർഗമുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കഷ്ടത എന്ന ആയുധം, കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പില്ല. അപ്പോൾ 8 ആയുധം. അതിൽ എല്ലാ ആയുധത്തിനും മീതെ ധരിക്കേണ്ടത് ഫെയ്ത്താണ്, വിശ്വാസമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു പദപ്രയോഗമാണ്. എന്താണ്? ഇസ്രയേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ മനുഷ്യൻ്റെ വിശ്വാസം എത്ര വലുതാണ്. നമ്മളൊക്കെ ആ കാര്യം വെച്ച് നോക്കിയാൽ നമ്മുടെ വിശ്വാസം ചെറുതാണ്. കർത്താവ് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഇന്ന് പൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. സ്തോത്രം. എൻ്റെ പ്രത്യാശ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. എൻ്റെ സന്തോഷം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. എൻ്റെ സമാധാനം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. എന്നിലുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയമായ അനുഭവങ്ങൾ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി കിടന്ന് തലയറിഞ്ഞ്, കാനവച്ചൻ്റെ ഭാഷയാത് ഞാൻ എപ്പോഴും തലയറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം, നന്മ നന്മ നന്മ, വിടുതൽ വിടുതൽ വിടുതൽ. ഇതാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിലൊരു ട്രെൻഡ്. എന്നാൽ നമ്മൾ അതിനെല്ലാം സ്വത്രം മാറ്റി വെച്ചിട്ട് കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിച്ചു തരണമേ, ഞങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിച്ചു തരണമേ, ഞങ്ങളുടെ സമാധാനം വർദ്ധിപ്പിച്ചു തരണം. സമാധാനമില്ല, ലോകത്തിന് സമാധാനമില്ല, ലോക രാഷ്ട്രങ്ങൾക്ക് സമാധാനമില്ല. UN-നോട് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് കോഫി അന്നൻ എന്നായിരുന്നു. ഇപ്പോഴല്ല, പഴയ ആളാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. നല്ല ബുദ്ധിമാനായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു പാസ്റ്റർ പറഞ്ഞൊരു കൊട്ടേഷൻ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കോഫി അന്നൻ ഒരു കോഫി കുടിക്കാൻ പോലുള്ള സമയമില്ല. സ്വത്രം. അതുപോലെ അസ്വസ്ഥനാണെന്നാ പുള്ളി. സ്വത്രം. അങ്ങനെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിൽ വേർപാടിലും ജീവിച്ച് കർത്താവിൻ്റെ വരവിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭ, ചേസ്റ്റ് വെർജിൻ, നിർമ്മല കന്യയായ ദൈവസഭ, അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് സന്തോഷമുണ്ട്, അവർക്ക് പ്രത്യാശയുണ്ട്, അവർക്ക് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയില്ല. 94-കാരനായ ഒരു വയസ്സൻ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കും, ഭൂലോകം കീഴ്മേൽ മറിയുന്നു എന്ന് വന്നാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ വിശ്വാസം നമുക്കില്ല, അതാണ് കാര്യം. ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട്, വിശ്വാസം എന്ന ആ പദത്തെ നമ്മളൊന്ന് അപഗ്രഹിച്ചാൽ വിശ്വാസം. ഇന്ന് വിശ്വാസികൾക്ക് ശ്വാസമേ ഉള്ളൂ, വിശ്വാസമില്ല. വലിച്ചുവിടുന്ന ശ്വാസം, ഈ ശ്വാസം മാത്രമേ ഉള്ളൂ, വിശ്വാസമൊക്കെ പോയി. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ആകരുത്. നമുക്ക് വിശ്വാസം ഉണ്ടാകണം. അതില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയം, ഇന്ദ്രിയത്തോടെ സ്ഥിരത, സ്ഥിരതയോടെ ഭക്തി, ഭക്തിയോടെ സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം കൂട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ മുൻപ് ചില മാസങ്ങൾക്ക് പറഞ്ഞൊരു മെസ്സേജിൻ്റെ പ്രധാന ഭാഗമാണ് ഇപ്പോൾ കമ്പിവാചകം പോലെ പറഞ്ഞത്. വിശ്വാസത്തോട് വീര്യം, വീര്യമുള്ള വിശ്വാസം. എന്താ ഈ വീര്യമുള്ള വിശ്വാസം? രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശു എന്നൊരാളുണ്ടെന്ന് വർത്തമാനം കേട്ടില്ല. യേശുവിൻ്റെ വർത്തമാനം എന്നാ കുഴപ്പം? ആ കേട്ട വർത്തമാനം അവളെ യേശുവിൻ്റെ അടുക്കിലേക്ക് നടത്തിയെന്നുള്ളതാണ് വിഷയം. അവളുടെ അവസ്ഥ എന്താ? സ്വത്ത് മുഴുവൻ, ഇന്നത്തെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഡോക്ടർമാർ അടിച്ചുകൊണ്ട് പോയി. വൈദ്യന്മാരും പിന്നെ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്തു? പങ്കിട്ടെടുത്തു സ്വത്ത്. ഞാനതൊരു അലങ്കാര ഭാഷയെ പറയുക, കംപ്ലീറ്റ് കൊണ്ടുപോയി. ഇന്നും പെന്തക്കോസ്തുകാരുടെ കാശ് മുഴുവൻ ഡോക്ടർമാർ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതും ഒരു ദൂത.
കേൾക്കുന്നവരെ ശ്രദ്ധിച്ചോണം. സ്തോത്രം. മുഴങ്കാൽ മടക്കിയിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ദൈവസഭ ഒരുങ്ങട്ടെ. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ സ്ഥലയിലപ്പുറമ്പിൽ പോകാനുള്ള ആരോഗ്യം ബലമൊക്കെ എനിക്ക് തരണം. ഒത്തിരി വേദനകളൊക്കെ ഉണ്ട്. കർത്താവ് കൃപയെ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ കൃപയാലാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലാതെ നമ്മുടെ മാൻ പവർ കൊണ്ടല്ല. നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ആ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, രക്തസ്രാവമുള്ള സ്ത്രീ പൊതുസഭയുടെ മുമ്പിൽ വന്നാൽ അവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. ആ നിയമമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കണ്ട് പേടിച്ചാണ് ചെന്നേക്കുന്നത്. ചെല്ലാനുള്ള കാരണം എന്താ? യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അതൊരു യഹൂദ സ്ത്രീ ആകാനാണ് സാധ്യത. അവിടെ എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയുക. സ്തോത്രം. കാരണം യഹൂദ സ്ത്രീകളും യഹൂദന്മാരും ചിന്തിക്കുന്നത് ഞങ്ങൾക്കൊരു മഷിക വരും. മഷിക ഇപ്പോഴും അവിടെ ചിന്ത അതാ. ഈ പോട്ടുവച്ചിലും പട്ടാഞ്ചേരിയിലൊക്കെ ഉള്ള കുറച്ച് യഹൂദന്മാരേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളുടെ മഷിക വരും. ഈ ഇടയ്ക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. മഷിക വന്ന് ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്താൻ പോവുക. സ്തോത്രം. ഒരു മലയിൽ അവൻ ഇറങ്ങാൻ പോകും. അവർക്കറിയാതെ, അവർക്ക് പ്രവചനം, പഴയ നിയമ പ്രവചനത്തിലെ വിഷയങ്ങളാണത്. അവരത് കാത്തിരിക്കുന്നവരാ. സ്തോത്രം. അതുപോലെ ഈ സ്ത്രീ എന്ത് ചെയ്തു? യേശുവിൻ്റെ അടുക്കൽ വന്നു. വിറച്ചാണെങ്കിലും വസ്ത്രത്തിലൊന്ന് തൊട്ടു കഴിയുമ്പോൾ എന്ത് പറ്റി? ശക്തി വ്യാപരിച്ചു. എപ്പോഴും പറയുന്ന ഭാഗങ്ങളാണ് കേട്ടോ, ഒത്തിരിയായിട്ട് പറയുകയല്ല. ആ സമയത്ത് സ്തോത്രം യേശു ചോദിക്കുകയാണ്, എങ്കിൽ എന്നെ തൊട്ടത് എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും കൂടി ചോദിക്കുക, കർത്താവ് ഇത്ര ബുദ്ധിയില്ലാത്ത ഈ ജനം ഇങ്ങനെ തിങ്ങിക്കൂടിയൊക്കെ ഇക്കളെ തമ്മിൽ തൊട്ടതായിരുന്നു. എന്തോ ഒരു ചോദ്യമായത് അവരുടെ ഉള്ളിൽ വന്നെന്ന കാര്യമായിരിക്കും. ഞാൻ ചിന്തിക്കുക, അനുമാനിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തൊട്ടതും അവർ പത്രോസിൻ്റെ കൈ മുട്ടിയതും യോഹന്നാൻ്റെ ആ അമുക്കി ഒന്നും മുട്ടിയതൊന്നും എനിക്ക് വിഷയമില്ല. അതൊന്നും ഞാൻ ഏശിയിട്ടില്ല. ആവശ്യബോധക്കാരൻ ഒരാളെന്നെ തൊട്ടു, അതാരാന്നാ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ആവശ്യബോധത്തോടെ വിശ്വാസത്താൽ കർത്താവിനെ ഒന്ന് തൊടാൻ, കർത്താവിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ആരുണ്ട് പ്രിയമുള്ളവരെ? അവരിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത്. ഹല്ലേലൂയ. കർത്താവെ, ഞാനിതാ ശൂന്യമായിട്ടിരിക്കുന്നു. കർത്താവെ, ഞാനിതാ ബലഹീനനായിട്ടിരിക്കുന്നു. കർത്താവെ, ഞാൻ ബലമില്ലാത്തവനായിട്ടിരിക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വാസത്തിൽ കുറഞ്ഞവനായിട്ടിരിക്കുന്നു. വിശ്വാസം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പ്രത്യാശയുടെ സമൃദ്ധി എനിക്ക് തരണമേ. സന്തോഷത്തിന്റെ സമൃദ്ധി എനിക്ക് തരണമേ. ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒരു കലവറ കർത്താവ് എനിക്ക് തരണമേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നെങ്കിലും ഞാൻ ആത്മീകമായി ദരിദ്രവാസിയായിട്ടിരിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ കലവറ എൻ്റെ മേലൊന്ന് പകരണമെന്ന് ഇന്ന് പോൽക്കാലം പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി ചൊരിയുക തന്നെ ചെയ്യും. സ്ത്രീ പേടിച്ച് പറക്കി നിൽക്കുന്ന കണ്ടിട്ട് യേശു എന്താ പറഞ്ഞത്? സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എത്ര മഹത്തരമായിരുന്നു. ഒരു പാവം പിടിച്ചൊരു പെങ്കൊച്ചിൻ്റെ അപ്പൻ സ്തോത്രം യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ബാല മരിക്കാറായി വരണമെന്ന് പറഞ്ഞു. അതിനിടയിൽ വേറെ പലരും വന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ സ്തോത്രം സമയം അങ്ങ് പോയി. ഉടനെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് എന്താ പറഞ്ഞത്? സുവിശേഷത്തിലെ കാര്യമാണ് പറയുന്നത്, ബാല ഇനി അസഹ്യപ്പെടുത്തണ്ട. അപ്പോൾ പുള്ളിയുടെ സകല ഗ്യാസും പോയി. പുള്ളി അങ്ങ് വല്ല ചത്തവനെ പോലെയായി. പക്ഷെ യേശു അത് അറിഞ്ഞു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഫെയ്ത്ത് എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മൾ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക. നമ്മുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, നമ്മുടെ പ്രശ്നം എത്ര ഭീകരമാണെങ്കിലും അത് ദൈവത്തിന് വിഷയമല്ല. നീ കർത്താവിൽ വിശ്വസിക്ക്. കർത്താവ് എനിക്ക് മതിയായവനാണ്. കർത്താവിനെ സഹായിക്കാൻ, ഈ രോഗത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കാൻ സഹായനാണ്. ഈ ബലഹീന അവസ്ഥയിൽ നിന്ന് കർത്താവിനെ ഉദ്ധരിപ്പാൻ സ്വത്രം പ്രാപ്തിയുള്ളവനാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക പ്രിയമുള്ളവർ. വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. എന്താ അവിടെ ഉണ്ടായ സംഭവം? എന്താ? ബാല്യക്കാരന് സൗഖ്യം വേണം. അപ്പോൾ യേശു സ്തോത്രം കടന്നു വന്ന് സൗഖ്യമാക്കാനായിട്ട് വരിക. അപ്പോൾ ഇവൻ പറയുക, ഈ ശതാധിപൻ പറയുക, ശതാധിപൻ 100 പേർക്ക് അധിപൻ, റോമൻ സാമ്രാജ്യത്തിലെ ഒരു ശതാധിപൻ, ഒരു കേണൽ, ഒരു മിലിറ്ററി ഓഫീസറാണ്. 100 പേരെ ലെഫ്റ്റ് അടിച്ചുകൊണ്ട് നടക്കുന്ന ആളാ, അധികാരമുള്ളവനാ. അപ്പം അവൻ അത് വെച്ച് പറയുക, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരൊക്കെ വരെയൊക്കെ ചെയ്യും. നീ എൻ്റെ പുറയ്ക്കകത്തുനിന്ന് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് അവിടെ നിന്ന് കൽപ്പിച്ചാൽ മതി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം. എങ്ങനെ ഇരിക്കും നമ്മുടെ വിശ്വാസം?
ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ പ്രത്യാശ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ഈ മഴയൊക്കെ വന്നിങ്ങനെ തണുത്തുറച്ചിരിക്കുകയാണോ? ഇന്ന് പൽക്കാലം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്ക്, വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്ക്. ഈ ദൈവവചനത്തിന്റെ കേൾവി നിങ്ങളുടെ വിശ്വാസത്തിൽ ബലപ്പെടുത്തട്ടെ, ഉറപ്പിക്കട്ടെ. സ്വത്രം 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 സ്വത്രം. എബ്രായലേഖനം 11-ാം അധ്യായം വിശ്വാസം എന്ന വിഷയത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അതുപോലെ സ്നേഹത്തെക്കുറിച്ചൊരു അധ്യായം ഉണ്ടല്ലോ വേദപുസ്തകത്തില്. അതേതാ? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. ദൈവസ്നേഹത്തിന് വേണ്ടി ഒരു അധ്യായം നമുക്ക് കർത്താവ് തന്നിരിക്കുക അപ്പോസ്തലന്മാരിലൂടെ. ഇവിടെ ഇതാ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു അധ്യായം തന്നെ തന്നിരിക്കുക, ഒരു ചാപ്റ്റർ അങ്ങനെ തന്നെ തന്നിരിക്കുക. അതിൽ പഴയ നിയമത്തിലെ ഭക്തന്മാരായ സ്തോത്രം അവരുടെ വിശ്വാസത്തിൻ്റെ ആ അനുഭവത്തെ ശ്ലാഘിച്ചുകൊണ്ട് പൗലോസൂടെ പറയുക. സ്തോത്രം സ്തോത്രം. 2-ാമത്തെ വാക്യം, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അടുത്ത വരുമാറ് എന്നും വിശ്വാസത്താൽ അറിയുന്നു. ഓക്കെ, അടുത്ത അവിടെ നിൽക്കട്ടെ. വിശ്വാസത്താൽ ഹാബീൽ ആദ്യ കുടുംബത്തിലെ ഒരു അംഗമാണ് ഹാബീലും കായീനും ഹാബീലും. ആദാമിന്റെ സന്തതികൾ കായീനും ഹാബീലും, അവരല്ലോ ഭൂമിയിലെ ആദ്യ സോദരന്മാർ. പാട്ട് പാടിക്കൊണ്ടിരുന്ന കാര്യം നടക്കും. അവരുടെ വിശ്വാസം, സ്തോത്രം, വിശ്വാസത്താൽ ഹാബേൽ കായീനിലും ഉത്തമമായ യാഗം കഴിച്ചു. അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു ആ യാഗത്തിലൂടെ. അതാണ് അവൻ്റെ പ്രത്യേകത, വേറെ ഒന്നുമല്ല. ഒരു പ്രമാണം അറിയത്തില്ല കായീന്. ഇനി കായീൻ്റെ കാലത്ത് എന്താ പ്രമാണം ഉള്ളത്? ഒന്നുമില്ല. പ്രമാണമൊക്കെ പിന്നീടല്ലേ വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസമുണ്ടായിരുന്നു അവന്. അവൻ്റെ അപ്പൻ സ്തോത്രം ആദാം യാഗം കഴിക്കും. അത് കണ്ട് 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 ഇവനും എന്ത് ചെയ്യുക? വിശ്വാസത്താൽ അത് യാഗം നടത്തുക. അത് ദൈവത്തിന് പ്രസാദമായി. പിതാക്കന്മാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അനുകരിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ദൈവവചന വ്യവസ്ഥ പ്രകാരമുള്ള നല്ല കാര്യങ്ങൾ എല്ലാം അനുകരിക്കാൻ പറ്റത്തില്ല കേട്ടോ. സ്തോത്രം. അപ്പോൾ ആദാം ദൈവത്തെ യാഗം കഴിച്ച് മഹത്വപ്പെടുത്തി. അത് കണ്ട് എന്ത് ചെയ്തു? ഹാബേലും അത് ചെയ്യുകയാണ്. സ്തോത്രം. ഹാബേലും കായീലും യാഗം നടത്താനായിട്ട് ശ്രമിച്ചു. സ്തോത്രം. കായീൻ്റെ യാഗം എന്തായിരുന്നു? ഫലങ്ങളായിരുന്നു. ഹാബേലിൻ്റെയോ മൃഗമായിരുന്നു. സ്തോത്രം. ഈ രണ്ട് യാഗത്തിൽ എന്താ ഇതിൻ്റെ പ്രത്യേകത? അത് കായീനായത് കൊണ്ട് രക്തച്ചൊരിച്ചിലാണെങ്കിൽ പോലും അതിൽ അവൻ്റെ മനസ്സ് നല്ലതല്ലായിരുന്നു. അതാണ് വിഷയം. പണ്ട് ഉപദേശിമാർ പറയും അവൻ്റെ കാച്ചിലൊന്നും ജെലി അടിച്ചതൊന്നുമില്ല, നല്ല പക്ക സാധനമാണ് കൊണ്ടുകൊടുത്തത്. എല്ലാ സൂപ്പർ സാധനങ്ങളാണ് കൊണ്ടുകൊടുത്തത്. ഈ രക്തം ചൊരിച്ചില്ലെന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ടെങ്കിലും അവൻ്റെ ഹൃദയം നല്ലതല്ല. ആ ഭാഗം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവൻ്റെ ഹൃദയം ചൊവ്വല്ലായിരുന്നു. സ്തോത്രം. നമ്മൾ ദൈവസേനയിൽ നമ്മെ തന്നെ യാഗവസ്തുവായിട്ട്. അപ്പം നമ്മുടെ യാഗം എന്തുവാ? റോമാലേഖനം 12-ാം അധ്യായത്തിലൊന്നും വായിക്കും. പെട്ടെന്ന് വായിച്ച്. സ്തോത്രം സ്തോത്രം. ഒരു വലിയ സബ്ജക്റ്റാണ് എടുത്തിട്ടിരിക്കുന്നത്. എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് തീർക്കാം. സ്തോത്രം. 12-ന്റെ 1-ാം വാക്യം, 1-2 വാക്യം. സൗരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പോൾ കായീനും ഹാവേലും യാഗം കഴിച്ചു. ഒരുത്തൻ മൃഗത്തെ കൊണ്ടുവന്നു, മറ്റവൻ കൃഷി സമ്പത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ പൗലോസ് പറയുക, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിലോർപ്പിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പൊ അവർ കൊണ്ടുവന്നത് കൃഷി സമ്പത്തിൽ നിന്നും മൃഗസമ്പത്തിൽ നിന്നും നല്ലത് നോക്കി കൊണ്ടുവന്നു. ഇവിടെ ഞാൻ ആ ഭാഗം അങ്ങ് വിടുക.
കാരണം അതിലോട്ട് സമയം പോയാൽ നമ്മുടെ പ്രധാന വിഷയം നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ പൗലോസ് പറയുന്ന യാഗമാണ് നമ്മൾ നടത്തേണ്ടത്. ഏതാണ് ആ യാഗം? നാം തന്നെ യാഗമൃഗം. ദൈവത്തിന്റെ യാഗപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ദൈവത്തിന് പ്രസാദമായി തീരേണ്ടതിന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ദൈവസന്നിധിയിൽ ഒരു യാഗമായിട്ട് സമർപ്പിക്കുക. നമ്മുടെ യാഗം ഏറ്റവും പ്രധാനം. പുതിയ നിയമ യാഗമാണ് ഏറ്റവും പ്രധാനം. അവിടെ ആക്ഷരികമായ വസ്തുക്കളെയും മൃഗങ്ങളെയും ഒക്കെ കൊണ്ടുവന്ന് യാഗം നടത്തുന്നുണ്ട്. പഴയ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ യാഗവസ്തുവായിട്ട് കൊണ്ടുവന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ സമർപ്പിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ജഡത്തിൻ്റെതായ മോഹങ്ങൾ, സ്വത്രം, ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ദൈവസന്നിധിയിൽ യാഗവസ്തുവായിട്ട് സമർപ്പിക്കുക. അതാണ് പുതിയ നിയമ യാഗം. യാഗവസ്തു നമ്മൾ തന്നെയാ. യാഗപീഠം ക്രിസ്തുവിന്റെ യാഗപീഠം. നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. ലേവ്യ പുസ്തകം ആണെന്ന് തോന്നുന്നു, 10-ാം അധ്യായത്തിൽ. എടുക്കണ്ട, നമുക്ക് സമയം പോകും. അതിൽ അല്ലെങ്കിൽ ഒന്നെടുത്ത് വായിച്ചു. 10-ന്റെ ലേവ്യ പുസ്തകം 10-ന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. അത് തെളിയിച്ച് പറയാനാണെങ്കിൽ വേദപുസ്തകം വായിക്കണം, വായിച്ചാലേ പറ്റൂ. ഈ കാലഘട്ടത്തിൽ അത് പറയേണ്ട ആവശ്യമുണ്ട് താൻ. ലേവ്യർ 10. ലേവ്യ 10-ന്റെ 1-2 വാക്യം. അവരും യാഗം നടത്താൻ വേണ്ടി കൊണ്ടുവരിക. എന്താ ഇത്? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത യാഗം, തങ്ങളോട് കൽപ്പിച്ചതല്ലാത്തത്. അവിടെ എന്താ സംഭവിച്ചേ അറിയാമല്ലോ. പുസ്തകം വായിക്കും. തിരിപ്പിച്ചു കളഞ്ഞു. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമുക്ക് തന്നിരിക്കും നമ്മെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു കൊടുക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള മേറ്ററാണ്, നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. പഴയ നിയമത്തിലെ യാഗങ്ങൾ പലതും ഒക്കെ അവർ നടത്തുന്നുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ യാഗങ്ങൾ ചെയ്യുന്നുണ്ട് പലരും. സ്തോത്രം. ഇബ്താഹ് ജയിച്ചു വരുമ്പോൾ എനിക്ക് മുമ്പ് നേരെ വരുന്നത് എന്താണ്? ഞാൻ നിനക്ക് യാഗം അർപ്പിച്ചേക്കാന്ന് പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ യാഗം അർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പല യാഗങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ യാഗമാണ് ഏറ്റവും പ്രധാനം. ക്രിസ്തുവിന്റെ പ്രമാണപ്രകാരമുള്ള ഒരു യാഗമാണ് പൗലോസ് പഠിപ്പിക്കുന്നത് നമ്മളെ. നിങ്ങളുടെ ശരീരങ്ങളെ, ഈ ശരീരങ്ങളെന്ന് പറയുമ്പോൾ എന്തോ അനി അത് പഠിക്കണ്ടേ? അല്ല, നമ്മുടെ ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ കയ്യ്, നമ്മുടെ കാല് എല്ലാം. കൈ ദൈവേഷ്ടം ചെയ്യുക, കണ്ണ് ദൈവേഷ്ടം ചെയ്യുക, കാല് ദൈവേഷ്ടത്തിന് ഓടുക, മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ 5. അതിലെല്ലാം വന്നു. അത് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. അത് ദൈവത്തെ പ്രസാദിപ്പിക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം എന്ന് സാരം. ഇതങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? പലരും അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു 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 കൺവെൻഷൻ നടത്തിയാൽ ദൈവത്തിന് പ്രസാദം വരുന്നതാണോ ചെയ്യുന്നത്? ഞാനങ്ങ് തുറന്ന് പറയുക, എനിക്ക് ഇനി ഒന്നും തിരിഞ്ഞും പറഞ്ഞ് നോക്കാനില്ല. ഒരു കൺവെൻഷൻ നടത്തിയാൽ അതിൻ്റെ പേരിൽ കാശടിച്ച് മാറ്റുക, അല്ലേ പാസ്റ്റർ? മനുഷ്യരെ പ്രസാദം വരുന്നതിന് സോഷ്യൽ മീഡിയയിൽ വന്നു, കൺവെൻഷൻ നടത്തി, ഞങ്ങൾ പന്തലിട്ട് കൊടുത്തു, ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ തരാനുണ്ട്. അപ്പോൾ ഇവരെന്തിനാ കൺവെൻഷൻ നടത്തിയത്? ആ ലക്ഷങ്ങൾ അടിച്ചു മാറ്റാൻ പോയില്ലേ? അവിടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി മനുഷ്യൻ പലതും ചെയ്യുമ്പോൾ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്,
നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. നമ്മളിവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും, എന്തൊക്കെ പ്രഹസനങ്ങൾ ചെയ്താലും, ഏതെല്ലാം ആത്മീകതയാണെന്ന് പറഞ്ഞ് എന്തെല്ലാം നമ്മളിവിടെ ചെയ്തു കൂട്ടിയാലും, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ദൈവ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവഹിതത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് നാം കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഗുണവുമില്ലെന്ന് ഇന്ന് പോൽക്കാലം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എവിടെന്നാ നമ്മൾ പോയത്? കായിൻ്റെ ഹാബീലിൻ്റെ യാഗത്തിൽ നിന്നാണ്. സ്തോത്രം. ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അടുത്ത വാക്യം നമ്മൾ വായിക്കാം. ആ വിഷയം അങ്ങനെ അങ്ങ് വിടുകയാണ് ഞാൻ. അടുത്ത് നമുക്ക് സ്തോത്രം